ചേച്ചി അതുപോലെ ഈ കുട്ടികളുടെ പുസ്തകങ്ങൾ എഴുതുന്ന കുറച്ച് എഴുത്തുകാരെ എനിക്കറിയുള്ളൂ. അപ്പം അങ്ങനെ ഒരു എഴുത്തുകാരി ഈ കിരൺ ബിസു. ഈ ബുക്ക് കണ്ടപ്പോൾ മഴവിൽ മാണിക്യം എനിക്ക് തോന്നിയത് കുട്ടികൾക്കുള്ള പുസ്തകങ്ങളാണ്, അവർക്കുള്ള റൈംസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനെ പറ്റി ചേച്ചിക്ക് അറിയാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇതെന്താണ്, ഇതാരാണ്? കിരൺ ബിസുവിനെ പരിചയപ്പെട്ടിട്ടില്ല അല്ലേ? ഇല്ല. അടുത്ത കൊല്ലം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കൊല്ലം ഈ നവംബറിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അടുത്ത കൊല്ലം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ് അടുത്ത കൊല്ലം അതെ അതെ ഈ കൊല്ലം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിചയപ്പെടേണ്ട. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പുസ്തകമല്ല, 2, 3, 4 പുസ്തകം കൊണ്ട് ഒരുമിച്ച് അതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല പുസ്തകങ്ങൾ. കട്ടുറുമ്പും തേൻമുട്ടായും നല്ല ക്യൂട്ടായിട്ടുള്ള പേര്, ചിത്രങ്ങൾ, ആളും അതുപോലെ തന്നെ. അപ്പം ഇവരുടെ പുസ്തകങ്ങൾ കവിതകളാണോ കൂടുതലും? ഇത് നിറഞ്ഞു കിടക്കുന്ന കവിതകൾ നോക്കിയാ ഇത് രസമാണ് കുട്ടികൾക്കുള്ളത്. ഞാനതാ ഇത് പ്രത്യേകം എടുത്തു വെച്ച് മാള കുട്ടികൾക്കെല്ലാം ഒരു സന്തോഷമല്ലേ. ഇതിലിപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യം, ഒരു പൂവ്, അതായത് പൂവിൻ്റെ കഥ. 1-ാം പൂവ് വിരിഞ്ഞല്ലോ, 2-ാം പൂവ് മിന്നുന്നേ, 3-ാം പൂവിൽ തേനുണ്ട്, 4-ാം പൂവിൽ ചിരിയുണ്ട്, 5-ാം പൂവിൽ തുമ്പിയുണ്ട്, 6-ാം പൂവിൽ മഴവില്ല്, 7-ാം പൂവിൽ മഞ്ഞുണ്ട്, 8-ാം പൂവിൽ നക്ഷത്രം താരകവും, 9-ാം പൂവിൽ നിലാവുണ്ട്, 10-ാം പൂവിൽ കഥ കേൾക്കാം, 10-ാം പൂവിൽ കഥ കേൾക്കാം. ഇങ്ങനെ കുട്ടികൾക്ക് ആകർഷണമായിട്ടില്ലേ? എത്ര എഴുതുന്നറിയാം. എനിക്ക് തോന്നുന്നു കിരൺ 5-10 പുസ്തകം എഴുതിയെന്നാ തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടി. സ്കൂളിലൊക്കെ ശരിക്കും കൊണ്ടുപോകാൻ പറ്റിയ പുസ്തകങ്ങൾ, റൈംസ് അംഗനവാടിയിലൊക്കെ ആ ചിത്രങ്ങൾ നോക്കിയാൽ നല്ല അങ്ങനെ ഇത് നിറഞ്ഞു കിടക്കിയെന്ന്. എത്ര രസം, നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത് അവർ. ഇവരുടെ പുസ്തകങ്ങളൊക്കെ എന്താ വെച്ചാല് വലിയ വലിയ ദഹിക്കാത്ത കഥകളിനെക്കാട്ടി, അതായത് ഇങ്ങനത്തെ എഴുതി ഫലിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ നമുക്കൊന്നും സാധിക്കാത്ത കാര്യമാണ്. കുട്ടികളെ സന്തോഷിപ്പിക്കല് ഒക്കെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ടാകും, പക്ഷെ അത് വരികളിലൂടെയും പ്രകടിപ്പിക്കലുണ്ടല്ലോ. ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പമാണ്, കുഞ്ഞുങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ എഴുത്തുകാർ വരട്ടെ. അതെ അതെ, എന്തായാലും സന്തോഷം ഇതെല്ലാം കാണുമ്പോൾ. ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന പുസ്തകമാണിത്. അപ്പൊ ഈ വ്യക്തിയെ പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ.